ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടി. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ധനുമാസമാണ്. ധനുമാസത്തിൻ്റെ തിരുവാതിര നക്ഷത്രം എന്ന ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെപ്പറ്റിയും ഏകദേശം ഇപ്പോഴുള്ള ജനറേഷനും പഴയകാല ജനറേഷനും അറിയാവുന്ന ഒരു പുണ്യ വ്രതമായിട്ടാണ് കണക്കാക്കുന്നത്. ആ വ്രത അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി പിന്നീട് പല വ്രത അനുഷ്ഠാനങ്ങളും സൃഷ്ടിച്ചു വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആ വ്രത അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആ തിരുവാതിര വ്രതത്തെക്കുറിച്ചുമാണ് ഇവിടെ ഇപ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ സംബന്ധമായിട്ടുള്ള ഒരു ആചാര പ്രകാരം ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഹൈന്ദവ ഹിന്ദു ഇത് പ്രകാരം ഭർത്താവ്, അതായത് ഭർത്താവ് എന്ന് വെച്ച് പറഞ്ഞാൽ ശിവനെ സങ്കല്പിച്ചിട്ടാണ് ഭർത്താവ് എന്ന് പറയുന്നത്. ഭർത്താവ് ഭാര്യയ്ക്ക് സമർപ്പിക്കുന്ന താലി കെട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മാംഗല്യത്തിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത്. ആ താലി, ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയ താലി ശിവസങ്കല്പത്തിലാണ്. ശിവനാണ് എൻ്റെ കഴുത്തിൽ കെട്ടുന്നത് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അത് വധു സ്വീകരിക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെ ശിവനാണ് എന്നുള്ള ധാരണ ഭർത്താവിനും വരണം എന്നുള്ളതാണ് ധാരണ. പക്ഷേ വധുവാണ് കൂടുതലും ശിവസങ്കല്പത്തിലാണ് ഞാൻ ഇത് സ്വീകരിക്കുന്നത് എന്നാണ്. ശിവസങ്കല്പത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ശിവനെ അത്രത്തോളം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന, ആ കോപം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഭഗവാന്റെ ചൈതന്യം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്, മറ്റേ പുരാണങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ മാംഗല്യ ദീർഘം പറഞ്ഞാൽ താലി കഴുത്തിൽ അണിയുന്നിടത്തോളം കാലം ഭർത്താവ് ജീവനോടെ ഇരിപ്പുണ്ട്. അവരുടെ ആയുസ്സിനും ശ്രേയസ്സിനും തേജസ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താലി അണിയുന്നത് എന്ന് തന്നെ പറയാറുണ്ട്. പണ്ട് കാലങ്ങളിലെല്ലാം താലി ഭദ്രമായിട്ട് ഭർത്താവ് ചിലപ്പോൾ വനവാസത്തിനോ അല്ലെങ്കിൽ രാജാവാണെങ്കിൽ രാജ്യം വിട്ട് വേറെ ഏതെങ്കിലും ദേശങ്ങളിലോ വിദേശ പര്യടനത്തിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പറയാൻ വിദേശ പര്യടനത്തിനോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോകുന്ന സമയത്ത് ഭർത്താവ് അടുത്തുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ഭാര്യമാർ താലിയാണ് ആദ്യം രണ്ട് കണ്ണിൽ തൊഴുതിയിട്ട് ഭർത്താവായി സങ്കല്പിച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ സന്തോഷകരമായിട്ടുള്ള ഒരു മംഗല്യ ജീവിതത്തിനും ഭർത്ത സംബന്ധമായിട്ടുള്ള ഒരു ദീർഘസുമംഗലി ജീവിതത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം, അതും ധനുമാസത്തിലെ തിരുവാതിര വ്രതം നോൽക്കുന്നത് എന്നാണ് സങ്കല്പം എന്നല്ല, ഒരു ആചാരം തന്നെയാണത്. ഹൈന്ദവ പ്രകാരം അതിൻ്റെ ആചാരം തന്നെയാണത്. അപ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തിനെ പ്രത്യേകിച്ച് പറയുന്നത്, തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത, ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതയുണ്ട്. അപ്പോൾ ആ ദേവത എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ്. അപ്പോൾ ശിവസങ്കല്പം തന്നെയാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ്. അപ്പോൾ ശിവൻ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കാരണം കൊണ്ടാണോ തിരുവാതിര വ്രതം ആചരിക്കുന്നത് എന്നും, അതേ സമയത്ത് ശിവ പാർവതി അല്ലെങ്കിൽ ശിവ സതി എന്ന് പറയുന്ന ദമ്പതികൾ മംഗല്യം കഴിച്ചിരിക്കുന്നത് മകീരം നക്ഷത്രത്തിൻ്റെ തോടുകൂടി അനുബന്ധിച്ചും തിരുവാതിര നക്ഷത്രത്തിൽ പെട്ടുമാണ് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. മകീര നക്ഷത്രത്തിൽ താലി കെട്ടുകയും തിരുവാതിര നക്ഷത്രത്തിൽ അവർ ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത സമ്പർക്കം വന്ന് പോറ്റി വരാറുണ്ട്. അത് ശിവൻ്റെ പിറന്നാളാണ്, ശിവൻ ജനിച്ചിരിക്കുന്ന ഒരു നാളാണെന്നും ശിവപാർവതിമാർ മംഗല്യം കഴിച്ച ദിവസമാണെന്നും തിരുവാതിര നക്ഷത്രം വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ തിരുവാതിര നക്ഷത്രം വിശേഷിപ്പിക്കുന്ന തന്നെ തൊട്ടടുത്ത മുന്നിൽ കിടക്കുന്ന മകീര നക്ഷത്രത്തെ കൂടി കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മകീര നക്ഷത്രം, നമ്മളിപ്പോൾ തിരുവാതിര നക്ഷത്രം വിവാഹ മുഹൂർത്തങ്ങളിൽ എടുക്കാറില്ല, പക്ഷെ മകീര നക്ഷത്രം വിവാഹ മുഹൂർത്തങ്ങളിൽ എടുക്കാറുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ജ്യോതിഷ പ്രകാരമാണ് പറയുന്നത്, പുരാണ പ്രകാരമല്ല പറയുന്നത്. പക്ഷെ പുരാണങ്ങളിലും ജ്യോതിഷന്മാരുണ്ടായിരുന്നു, അവരുടെ ഇംഗിത പ്രകാരമാണ് പറയുന്നത്.
ശിവപാർവതി മംഗല്യത്തിനും മംഗല്യത്തിന് പറഞ്ഞാൽ മംഗല്യം പറയുമ്പോൾ മറ്റേ വിവാഹം കഴിക്കുക, മംഗല്യം കഴിക്കുക, അതിനും തിരുവാതിര നക്ഷത്രം എന്ന് പറയാറുണ്ട്. ശിവഭഗവാന്റെ, അതായത് ഭർത്താവിൻ്റെ ആരോഗ്യ സൗഖ്യത്തിനും ആയുസ്സിനും സന്തുഷ്ടപരമായിട്ടുള്ള കുടുംബജീവിതത്തിനും വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്ര വ്രതം എന്നല്ല, ധനുമാസത്തിലെ തിരുവാതിര വ്രതം എന്ന് പറയാറുണ്ട്. തിരുവാതിരക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഭാര്യമാരെ വളരെ ഇംഗിതമായി സ്നേഹിക്കുകയും, പക്ഷേ ഭാര്യ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ശിവൻ തന്നെയാണ് ഇവിടെ തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മൾ ശിവസങ്കല്പത്തിനെ ഒരുപിക്കാം. ഒരു ഭർത്താവ് എന്നുള്ള ലെവലിൽ ശിവനെ സങ്കല്പിക്കാം. ശിവൻ എന്ന് പറയുന്നത് പരമേശ്വരൻ, മഹാദേവൻ എന്ന് പറയുന്നത് അയാൾ ഒരു ആചാനബാഹുവായിട്ടുള്ള ഒരാളും വ്രതം അനുഷ്ഠിക്കാറുള്ള ആളും അഗ്നിയിൽ ജ്വലിക്കുന്ന ഒരാളും കോപം കൊണ്ട് ജ്വലിക്കുന്ന ഒരാളുമാണ്. ഈ കോപം ഉള്ളവരെന്നെയാണ് സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടാറുള്ളത് എന്ന് പറയാറുണ്ട്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഒരു കോപിഷ്ഠനായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളത് ഒരു ഭാര്യമാരുടെ സങ്കല്പമാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. ചെറിച്ചും കളിച്ചും പോടാ എടാ എന്നും പറഞ്ഞും തട്ടിയും മുട്ടിയും എന്നുള്ള ജീവിതമാണ് ഇന്നത്തെ ജീവിതത്തിൽ ഏതാത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. കാലത്ത് എഴുന്നേൽക്കുമ്പോഴും ഭർത്താവിൻ്റെ പാദം തൊട്ട് വന്നിച്ചതിന് ശേഷമാണ് അവർ കിടക്കപ്പായിൽ നിന്നും എണീറ്റ് പോകുന്നത് എന്നുള്ളതും സങ്കല്പമാണ്. അത് എന്താ കാരണം വെച്ച് പറഞ്ഞാൽ സതീദേവി പറഞ്ഞ ശിവൻ്റെ ഭാര്യ തന്നെയാണ്. സതീദേവി ദക്ഷൻ്റെ, അതായത് സതീദേവിയുടെ അച്ഛൻ്റെ യാഗം നടക്കുന്ന സമയത്ത് ഇരുവരെയും, അതായത് സതീദേവിയെയും മഹാദേവനെയും ക്ഷണിക്കാതെ നടത്തുന്നൊരു യാഗമാണ്. ആ യാഗത്തിന് അച്ഛനല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യാഗത്തിൽ പങ്കെടുക്കാൻ അതായത് യാഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ശിവൻ ഉപദേശിച്ചിരുന്നു, നീ പോകണ്ട, നീ പോയാൽ അവിടെ അപമാനിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശം സൃഷ്ടിച്ച ഒരു ഭർത്താവ് എന്ന് പറയാം, അല്ലെങ്കിൽ മഹാദേവൻ എന്നല്ല, ഭർത്താവ് പറയുന്നു. ആ ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ആ സതീദേവി അച്ഛൻ്റെ യാഗത്തിൽ പങ്കെടുക്കുന്നത്. ആ അച്ഛൻ്റെ യാഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ രാജസദസ്സിൽ ഇഷ്ടംമാരി ഭക്തജനങ്ങളും മന്ത്രിമാരും അതുപോലെ മഹാന്മാരും ഉള്ള സ്ഥലത്തിൽ വെച്ചിട്ട് ക്ഷണിക്കാതെ വന്ന അതിഥി എന്നുള്ള ലെവലിൽ മകളെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു ഇതാണ് പുരാണത്തിൽ പറയുന്നത്. ആ അധിക്ഷേപിച്ചതിൻ്റെ ഒരു പരാക്രമണത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ആണ് സതീദേവി ആ ഹോമാഗ്നിയിൽ ദഹിച്ചുപോയി, ചാടി ദഹിച്ചുപോയി. ഇതറിഞ്ഞ ശിവൻ രോഷം പറഞ്ഞാൽ കോപാഗ്നി കൊണ്ടുള്ള ഒരു ആളാണ് ശിവൻ. കോപാഗ്നി കൊണ്ട് ആ ദക്ഷനെ ദഹിപ്പിച്ചു എന്നല്ല പറയാം. ദഹിപ്പിച്ചു പറഞ്ഞാൽ കൊന്നു. ആ കൊന്നതിൻ്റെ കോപം, അതായത് ഒരു മനുഷ്യന് ആയാലും ദേവനായാലും എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൻ്റെ അഗ്നി അല്ലെങ്കിൽ അതിൻ്റെ കോപം അടങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആ ഒരു സമരം കിട്ടാൻ വേണ്ടി അഗ്നിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അഗ്നി നാളം കെടുത്താൻ, അതായത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അഗ്നി, അത്രയും ദേഷ്യവും സങ്കടവും വികാരങ്ങളും ഒതുക്കാൻ പറ്റാത്ത ആൾ കൈലാസത്തിൻ്റെ മുകളിലാണ് പോയി തപസ്സിരുന്നത്. കൈലാസം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോയി എത്തപ്പെടാൻ അടക്കം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു അഗ്നിദേവൻ കൈലാസത്തേക്ക് പോകാൻ ഒരു ഇതുമില്ല. കാരണം വെച്ചാൽ അയാളുടെ ഉള്ളിൽ നിഷ്കളങ്കത ഒന്ന്, പിന്നെ അഗ്നിയാണ്. അഗ്നി എവിടെ പോയാലും ആ തണുപ്പിനെയും മഞ്ഞിനെയും അതുപോലെ തന്നെ ശൈത്യത്തെയും അവഗണിച്ചുകൊണ്ട് പോയി കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കൈലാസത്തിൻ്റെ മുകളിൽ പോയി തപസ്സിരിക്കുകയായിരുന്നു. സതീദേവി തൻ്റെ പിതാവിൻ്റെ വിനോദത്തിൽ മരിക്കുകയും അതിൽ ദഹിച്ചുപോയി
അതിൽ കലിവുകൊണ്ട പരമേശ്വരൻ കൈലാസത്തിൽ പോയി തപസ്സിരിക്കുകയും സതീദേവി പിന്നീട് തന്നെ ആ ഒരു പുണ്യം കൊണ്ട് തന്നെ പാർവതി ദേവിയായി പുനർജനിച്ച്, അതായത് പാർവതി ദേവിയായിട്ട് പുനർജന്മം ഒരു 5 പുരാണങ്ങൾ പറയേണ്ടത് ഒരു 5 ജന്മം നമ്മൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. 5 ജന്മം. അത് ഓരോരോ യുഗത്തിലും ഓരോരോ വർഷാനന്തരം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കലിയുഗത്തിൽ ചെയ്യുമ്പോൾ 120 വയസ്സാണ് പറയുന്നത്. ദ്വാപര യുഗത്തിൽ അത് 500 വർഷം, 1000 വർഷം, ത്രേതായുഗത്തിൽ അത് 2000 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പാർവതി ദേവി പുനർജനിച്ച് ശിവഭഗവാനെ, അതായത് പാർവതി ദേവിയായിട്ട് സതീദേവി പാർവതി ദേവിയായിട്ട് പുനർജനിച്ച് ശിവനെ എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് പിതാവിൻ്റെ, അതായത് പാർവതി ദേവിൻ്റെ പിതാവിൻ്റെ, സതീദേവിൻ്റെ പിതാവ് വേറെയാണ്, പാർവതി ദേവിയുടെ പിതാവ് വേറെയാണ്. പാർവതി ദേവിൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി ഭർത്താവായി കിട്ടുവാൻ ശിവഭഗവാന് ധ്യാനിച്ച് തപസ്സിരുന്നു. ഈ സമയത്താണ് താരകാസുരൻ്റെ ഉപദ്രവത്തിന് ദേവന്മാരെ രക്ഷിക്കാൻ, ദേവന്മാരുടെ താരകാസുരൻ്റെ ഉപദ്രവങ്ങൾ മുതൽ ദേവന്മാരും മറ്റുള്ളവരെല്ലാം ആകെ വിഷമിച്ചും അവരുടെ ഉപദ്രവം താങ്ങാൻ വരാനിരിക്കുന്ന സമയത്തിൽ മഹാവിഷ്ണുവിങ്കിൽ പ്രത്യക്ഷപ്പെട്ട് ശിവനിങ്കിൽ പുത്രനാലെ, ശിവനിങ്കിൽ എന്ന് വെച്ച് പറഞ്ഞാൽ ശിവനിങ്കിൽ ജനിക്കുന്ന പുത്രനാലെ താരകാസുരനെ വധിക്കാൻ പറ്റുകയുള്ളൂ, നിഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു ഇത് പറഞ്ഞു, ഒരു ഉപദേശം പറഞ്ഞു. അപ്പോൾ ശിവനിൽ പുത്രനായാൽ മാത്രമേ സാധിക്കൂ എന്നും ദേവൻ കാമദേവനോട് അപേക്ഷിച്ചു. കാമദേവനോട് ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കാനും കൂടി ശ്രമിച്ചു. പാർവതി ദേവി ശിവനായി വ്രതം അനുഷ്ഠിച്ച് കാത്തിരിക്കുന്ന ഒരു സമയവും ശിവപുത്രന്മാരിൽ അതായത് പാർവതി ദേവിയിൽ നിന്നും ശിവനിൽ നിന്നും പുത്രനായി ജനിക്കുന്ന ഒരാളെ കൊണ്ട് താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ എന്നും ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പാർവതി ദേവിയെ ഒന്നിപ്പിക്കാൻ പറയിപ്പിക്കുകയും കാമദേവനോട് പറയുകയും ആ പറഞ്ഞതനുസരിച്ച് കാമദേവൻ പുഷ്പബാണം എന്ന് വെച്ച് പറഞ്ഞാൽ അറിയുമല്ലോ, അത് ഇപ്പോൾ വായിക്കുന്ന ലെവലുകളിൽ മറ്റുള്ളവർക്ക് അറിയില്ല. കാമബാണം എന്ന് വെച്ച് പറഞ്ഞാൽ അസ്ത്രത്തിനെയാണ് ബാണം എന്ന് പറയുന്നത്. ആ കാമബാണം എന്ന് വെച്ച് പറഞ്ഞാൽ കാമാഗ്നി കൊണ്ടുള്ളൊരു ബാണം, അത് ഇഷ്ടപ്പെടാനുള്ളതാണ്. ആ ബാണം അയക്കുകയും ശിവൻ്റെ യോഗനിദ്രയ്ക്ക്, അതായത് ശിവൻ കൈലാസത്തിൽ യോഗയിൽ നിൽക്കുകയായിരുന്നു, തപസ്സിരിക്കുകയായിരുന്നു. ആ യോഗത്തിന് ഇളക്കം തട്ടുകയും ചെയ്തു. കാരണം ഒരാൾ മനസ്സ് നൊന്ത് അല്ലെങ്കിൽ മനസ്സിനെ സാന്ത്വതമാക്കാൻ വേണ്ടി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുഷ്പബാണം തട്ടുകയാണ്, കാമദേവൻ്റെ പുഷ്പബാണം തട്ടുകയാണ്. ആ കാമദേവൻ്റെ പുഷ്പബാണം തട്ടുകയും ചെയ്യുകയും അത് കാരണമായ കാമദേവൻ്റെ കോപത്തിനിരയാവുകയും ചെയ്തു. കാമദേവൻ്റെ കോപത്തിനിരയായ ശേഷം കാമദേവനെ തൻ്റെ അഗ്നിയായി തൃകണ്ണാൽ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു. കാമദേവൻ അത്രത്തോളം ദേഷ്യപ്പെട്ടു, എൻ്റെ തപസ്സിളക്കിയതിന് ദേഷ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ നാശത്തിന് ദുഃഖിതനായ രതീദേവി, അതായത് കാമദേവൻ്റെ ഭാര്യ രതീദേവി ഊണവും ഉറക്കവും ഉപേക്ഷിച്ച് പാർവതി ദേവിയോട് പരാതിപ്പെടുകയും ദുഃഖിതപ്പെടുകയും, പരാതിപ്പെടുക എന്ന് വെച്ച് പറഞ്ഞാൽ പരിഭവം പറയുകയും കരഞ്ഞു പറയുകയും ചെയ്തു. ഇത് കാരണം പാർവതി ദേവിയെയും സഖികളും രതീദേവിയും വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരും ചേർന്ന് രതീദേവിയും പാർവതി ദേവിയും സഖികളും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സർവമാരുടെയും പ്രാർത്ഥനയിലും വ്രത അനുഷ്ഠാനത്തിലും സംപ്രീതനായി വെച്ച് പറഞ്ഞാൽ മഹാദേവൻ എന്ന് പറയുന്ന ഒരാൾ എത്ര കോപിച്ചാലും എത്ര വിഷമിച്ചാലും എത്ര പറഞ്ഞാലും, ഇന്നത്തെ കാലത്തിൽ എത്ര പറഞ്ഞാലും എത്ര ചീത്ത പറഞ്ഞാലും അയാൾ തണുക്കും.
അല്ലെങ്കിൽ കുറച്ച് നേരത്തിന് ആ ഒരു ദേഷ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയില്ലേ, എന്ന പോലെ തണുക്കുകയും ചെയ്ത് തുടങ്ങി. പ്രാർത്ഥന വ്രതാശ്രമത്തിൻ്റെ സമ്മേളനായ കാമദേവനെ ബ്രഹ്മാവിനാൽ പുനർജനിപ്പിച്ചു. അതൊരു മകീര നഷ്ടത്തിലായിരുന്നു. ആ കാമദേവനെ പുനർജനിപ്പിച്ചത് മകീര നക്ഷത്രത്തിലായിരുന്നു. ആ മകീര നക്ഷത്രത്തെ തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരക്തനായി പറഞ്ഞ ആകർഷനായി ശ്രീ പാർവതിയെ സ്വീകരിക്കുകയും ചെയ്തു. ശ്രീ പരമേശ്വരന് ഭർത്താവായി ലഭിച്ചതിൽ ആഹ്ലാദം, അതായത് കൊണ്ട് യഥേഷ്ടം വർഷങ്ങളാണ് പാർവതി ദേവി ശ്രീ പരമേശ്വരനെ കിട്ടാൻ വേണ്ടി തപസ്സിരുന്നിരിക്കുന്നത്. ആ പാർവതി ദേവിയെ മഹാദേവനെ കിട്ടാൻ വേണ്ടി തപസ്സിരിക്കുകയും അത് കിട്ടിയതിൻ്റെ സന്തോഷപ്രകാരം ആഹ്ലാദവും പരിസരബോധം മറന്നും പൂണ്ട് ശ്രീ പാർവതി ദേവി ആടിയും പാടിയും കുളിച്ചും രസിച്ചും ദക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചും കുളിച്ചും നീരാടിയും, അതായത് അവനവന് സന്തോഷം കിട്ടുന്ന എന്ത് പ്രക്രിയകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തു എന്നുള്ളതാണ് പാർവതി ദേവി ചെയ്തിരിക്കുന്നത്. അത്രത്തോളം മതിയുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ തപസ്സിന് ഈ മഹാദേവൻ തന്നെ എനിക്ക് വീണ്ടും ഭർത്താവായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആചാര നൃത്തങ്ങളാടിയും ചെയ്ത ദിവസമായിരുന്നു ഈ മകീര നക്ഷത്രം. ഈ മകീര നക്ഷത്രത്തിലാണ് ശിവഭഗവാൻ പാർവതിയിൽ അനുഷ്ഠനായിരിക്കുന്നത്. ആ മകീരവും തിരുവാതിരയും എന്ന പുരാണങ്ങളിൽ പറയുന്നത് ഇതെല്ലാം നടന്നിരിക്കുന്നത് ഒരു ദ്വാപരായുഗത്തിലാണ്. ദ്വാപരായുഗം എന്ന് പറയുന്ന യുഗം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതാരം എടുത്ത ദ്വാപരായുഗത്തിലാണ് നടന്നിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പുരാണങ്ങളിൽ പറയുന്നതാണ്. ആ ദ്വാപരായുഗത്തിൽ പറയുന്നത് അന്നേക്ക് ഗോപകന്യകമാർ, അതായത് ദ്വാപരായുഗത്തിൽ ഗോപകന്യകമാർ ഒന്നല്ല രണ്ടല്ല ഇഷ്ടംമാരുണ്ട്. അവർ ശ്രീകൃഷ്ണൻ എന്നെ ഭർത്താവായിട്ട് കിട്ടുവാനായി കാർത്യായനി വ്രതം എന്നൊരു വ്രതം എടുത്തുണ്ടായിരുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണൻ തന്നെ വേണം, പക്ഷെ ആർക്കും പരിഭവമില്ല. ഒരാൾ തന്നെ വേണമെന്നുള്ള പരിഭവമില്ല, എല്ലാവർക്കും വേണം, തുല്യവീതം വീഴ്ച. അങ്ങനെ ആഗ്രഹിച്ചത് കാർത്യായനി വ്രതം ഒരു മഹാലക്ഷ്മി വ്രതമായിട്ടാണ് കണക്കാക്കുന്നത്. ആ കാർത്യായനി വ്രതം തന്നെയല്ലേ തിരുവാതിര വ്രതം എന്നും പറയാറുണ്ട്, പുരാതനങ്ങളിൽ പറയുന്നതാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭർത്താവിൻ്റെ ഐക്യത്തിനും വേണ്ടി എടുക്കുന്ന ഒരു മഹാപരമ വ്രതമാണ് തിരുവാതിര വ്രതം. തിരുവാതിര വ്രതം സാധാരണ സ്ത്രീകളാണ് എടുക്കാറുള്ളത്. സ്ത്രീകൾ എടുക്കുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ, ഒരു സ്ത്രീൻ്റെ അംഗീകാരം കിട്ടുന്നത് ഭർത്താവിനാലാണ്. ഭർത്താവാണ് നീ ഒരു നല്ല പത്നിയാണ്, നീ എൻ്റെ ഒരു സഹചാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹായിയാണ്, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന ആ ഒരു വാക്കുകളിൽ പറയുന്ന ആ ഒരു നിമിഷം ഏതൊരു പാർവതിയും അലിഞ്ഞു പോവും എന്നാണ് സങ്കല്പം. ആ ഒരു ഭർത്താവിൻ്റെ കിട്ടുവാനും ആ സുഖഭാഗ് കിട്ടുവാനും ചെയ്തിരിക്കുന്ന ഒരു വ്രതമാണ് ദീർഘായുസാണ്. ഭർത്താവിന് ദീർഘായുസിന് വേണ്ടിയും ഭർത്താവ് ഉണ്ടെങ്കിലേ ഞാനുള്ളൂ, ഭർത്താവ് ഉണ്ടെങ്കിലേ ഭാര്യയുള്ളൂ, ഭാര്യ ഉണ്ടെങ്കിലേ ഭർത്താവുള്ളൂ എന്ന് പറയുന്നില്ല. ഭർത്താവ് ഉണ്ടെങ്കിലേ ഭാര്യയുള്ളൂ. ഇപ്പോൾ ഭർത്താവിൻ്റെ ദീർഘായുസത്തിനും ആരോഗ്യത്തിനും സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയാണ് ഈ തിരുവാതിര വ്രതം എടുക്കുന്നത് എന്നുള്ളതും. ഭർത്യസുഖത്തിന് എന്ന് വെച്ച് പറഞ്ഞാൽ ഭർത്താവ് തരുന്ന സുഖ അനുഭൂതി. ഭർത്താവ് എപ്പോഴും സുഖാനുഭവം തരില്ല, 5-10 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ തരുവുള്ളൂ. കാരണം ഭർത്താവ് സ്വതവ ഒരു പ്രവർത്തകനാണ്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
ഒന്നുകിൽ രാജാവായിരിക്കും, അല്ലെങ്കിൽ രാജ്യം ഭരിക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ദേവന്മാരാണെങ്കിൽ മനുഷ്യരെ അനുഗമിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളെ പെട്ടെന്ന് അടുത്ത് കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് ശ്രേയരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുവാനും വേണ്ടി ജനിക്കുന്ന ഒരു ഇതാണ്. ദീർഘായുസിനും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി തുടിച്ചു കുളിക്കുക എന്ന് പറയും. തുടിച്ചു കുളിക്കുക പറഞ്ഞാൽ പ്രഭാതത്തിൽ, അതായത് മകീര നക്ഷത്രത്തിൻ്റെ രാത്രി ദിവസങ്ങളിൽ തുടിച്ചു കുളിക്കുക പറഞ്ഞാൽ ആ സമയത്ത് വളരെ മഞ്ഞ്, ധനുമാസത്തിൽ ഭയങ്കര മഞ്ഞ്, അതായത് വെള്ളത്തിന്, കുളത്തിലെ വെള്ളത്തിന് അല്ലെങ്കിൽ പുഴയിലെ വെള്ളത്തിന് നല്ല കട്ടിയുള്ള, ഐസിൻ്റെ കട്ടിയുള്ളൊരു സമയമാണ്. തല്ലിക്കുളിക്കുക എന്ന് പറയും. തല്ലിക്കുളിക്കുക, തുടിച്ചു കുളിക്കുക, അതായത് കോരി കുളിക്കുക, അല്ലെങ്കിൽ കുളിര് കോരി കുളിക്കുക എന്നൊക്കെ പറയാം. തുടിച്ചു കുളിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഊഞ്ഞാട് വായുവിൽ അങ്ങനെ രസിക്കുക. എന്തൊക്കെ പറയുക? വെറ്റില മുറുക്കുക, അത് മൂന്നും കൂട്ടി മുറുക്കുക. പറഞ്ഞാൽ വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക മൂന്നും കൂട്ടി മുറുക്കുക, അത് രസിപ്പിക്കുക. 101 വെറ്റില മുറുക്കി ആചരിക്കുന്ന ഒരു വ്രതമുണ്ട്. 101 വെറ്റില മുറുക്കി എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു മഹാവ്രതം പിന്നീട്, അതായത് എല്ലാ യോഗവും കഴിഞ്ഞ് പിന്നീട് വരുന്ന യോഗങ്ങളിൽ കൂട്ടമായിട്ടാണെന്ന് വെച്ച് പറഞ്ഞാൽ യുവതികളും കന്യകളും പറഞ്ഞു പറഞ്ഞാൽ മംഗല്യവതികളും കന്യകമാരും നല്ല ഭർത്താക്കന്മാരെ കിട്ടുവാനും, മംഗല്യവതികൾ ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടിയും വെറ്റില മുറുക്കിയും 101 വെറ്റില വീതം വെച്ച് 3 പേര് അല്ലെങ്കിൽ അതിന് വീതിച്ചെടുത്ത് വെറ്റില മുറുക്കിയും ചടങ്ങുകളുണ്ട്. ആ ചടങ്ങിൽ തന്നെ വ്രതമെടുക്കുന്ന സമയത്ത് കഴിക്കുന്ന വർഗ്ഗങ്ങൾക്ക്, അതായത് അരി ആഹാരം പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. വ്രതം എടുക്കുന്ന സമയത്ത് അരി ആഹാരം പാടില്ല എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ അരി ആഹാരം പാടില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ഭക്ഷണം കഴിക്കുക? അരി ആഹാരം തൊട്ട് വേറെ ഗോതമ്പോ റവയോ ചാളമോ അല്ലെങ്കിൽ ചോളമോ കിഴങ്ങ് വർഗ്ഗങ്ങളോ അതിനൊരു ഇതുണ്ട്, ഒരു എന്താ പറയുക, അഷ്ടദ്രവ്യ കൂട്ട്, എട്ടങ്ങാടി, അതായത് എട്ടങ്ങാടി എന്ന് പറയും. എട്ടങ്ങാടി എന്ന് വെച്ച് പറഞ്ഞാൽ അങ്ങാടിയിൽ കിട്ടുന്ന 8 കിഴങ്ങുകൾ എന്നാണ് അതിനർത്ഥം. എട്ടങ്ങാടി ചുട്ടെടുത്ത് ചില കിഴങ്ങൾ ചുട്ടെടുത്തും ചില കിഴങ്ങൾ വേവിച്ചും നേന്ത്രപ്പഴവും ശർക്കരയും ഉണങ്ങിയ നാളികേരവും എല്ലാം ചേർത്ത് മിശ്രം ചെയ്ത് പാകം ചെയ്ത് വെച്ച് ഭക്ഷണ സമയത്ത് അത് കഴിക്കുകയും, വ്രതം നോൽക്കുമ്പോൾ ശക്തി വേണം, പക്ഷേ അരി ആഹാരം കഴിക്കാൻ പാടില്ല. അതിന് പകരം വ്രതം എടുത്ത് കഴിക്കുകയും വ്രതസമയത്ത് കഴിക്കുന്നവർക്ക് സേവിക്കുകയും അരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും അതിൽ തന്നെ 8 കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചൂടത്ത് വേവിച്ച് കഴിക്കുക. ഇതൊക്കെയാണ് വ്രതത്തിൻ്റെ ഭക്ഷണക്രമങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് എട്ടങ്ങാടി പറഞ്ഞാൽ അങ്ങാടിയിൽ കിട്ടുന്ന 8 കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, ഫലങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ വന്നിട്ട് പറയുന്നത് ചേന, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, പിന്നെ മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ 2 തരം ചേമ്പ്, നേന്ത്രക്കായ എന്നിവയെല്ലാം ചുട്ടെടുത്തിട്ട് ഉണങ്ങിയ നാളികേരവും കരിമ്പും കദളിപ്പഴവും ശർക്കരയും എള്ള്, വൻപയർ എന്നിവയും ചേർത്ത് കലക്കി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥത്തെയാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത്. ഈ എട്ടങ്ങാടി ഉണ്ടാക്കിയതിന് ശേഷം അത് ഭഗവാന്മാർക്ക് നിവേദിക്കണം. ആ ഭഗവാന്മാർക്ക് നിവേദിക്കുന്ന സമയത്ത് ഗണപതി, ശിവൻ,
പാർവതി, ചന്ദ്രൻ, ദുർഗാദേവി, ചന്ദ്രൻ എന്നീ ദേവതകൾക്ക് നിയതിച്ച ശേഷം വ്രതമെടുക്കുന്നവർ ഭക്ഷിക്കുകയും തിരുവാതിര നാളിൽ കരിക്ക്, പഴം, അട, അവൽ, മലർ എന്നിവ ഭഗവാന് നേദിക്കുകയും അതിനുശേഷം കൂവള, അതായത് കൂവക്കരങ്ങ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ധനുമാസത്തിൽ മാത്രം കിട്ടുന്ന ഒരു അത്ഭുതകരമല്ല. വൃശ്ചിക മാസം ലാസ്റ്റും ധനുമാസത്തിൻ്റെ ആ ഫസ്റ്റും അവരുടെ മറ്റേ ഫലത്തിൽ നിന്നും മണ്ണിൽ നിന്നും കിട്ടാറുള്ള ഒരു കിഴങ്ങാണ് കൂവക്കിഴങ്ങ്. ആ കൂവക്കിഴങ്ങ് ഇറക്കിയിരിക്കുന്ന തന്നെ ഈ തിരുവാതിര വ്രതത്തിന് വേണ്ടിയിട്ടാണ്. ആ കൂവക്കിഴങ്ങ് പുഴുങ്ങിയും വറുത്തും പൊടിച്ചും അതിനെ കുറുക്കിയും പായസമായസം ഭക്ഷിക്കാറുണ്ട്. ഗോതമ്പ് കൊണ്ടുള്ളതും ചമത കൊണ്ടുള്ളതും ഉണ്ടാക്കിയ ഭക്ഷണവും പുഴുക്ക്, തിരുവാതിര പുഴുക്ക് പറഞ്ഞിട്ട് തന്നെ ഒരു പുഴുക്കുണ്ട്. അത് വളരെ വിശേഷമാണ്. അതും കഴിക്കാം. പക്ഷെ അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക ഒരിത്. തിരുവാതിര ദിവസം ഉറക്കമൊഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഉറക്കമൊഴിക്കുക, അതായത് പണ്ട് കാലത്ത് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതിന് എത്രയോ കാലം മുമ്പും, ദോപര യുഗം എന്ന് പറയുമ്പോൾ അറിയാലോ, ആ സമയത്തൊക്കെ രേവതി നക്ഷത്രം തൊട്ട് 7-ാം ഭാവം, അതായത് ജാതകത്തിൽ 7-ാം ഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ഭർത്യസ്ഥാനം എന്നാണ് പറയുന്നത്, 7-ാം ഭാവം. അപ്പോൾ രേവതി നക്ഷത്രം തൊട്ട് തിരുവാതിര നക്ഷത്രം വരെ വ്രതം എടുക്കാറുള്ളൊരു ചടങ്ങുണ്ട്. നമുക്ക് കണക്കാക്കും. രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര. കറക്റ്റാണ്. 7 നക്ഷത്രമാണ്. 7-ാം ദിവസമാണ് വ്രതം അവസാനിക്കുന്നത്. അതിൽ ചുരുങ്ങിപ്പോയി മകീരം, തിരുവാതിര, രോഹിണി, മകീരം, തിരുവാതിര. രോഹിണി നക്ഷത്രം തൊട്ട് മകീരം, തിരുവാതിര നക്ഷത്രം വരെയാക്കി. ഇപ്പോൾ അതിൽ നിന്നും ചുരുങ്ങി. മകീര നക്ഷത്രത്തിൻ്റെ അവസാനം തൊട്ട് തിരുവാതിര നക്ഷത്രം ഉദിച്ചു വരുന്ന സമയത്ത് തൊട്ട് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആചരിക്കുന്ന പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മകീര നക്ഷത്രം അവസാനിക്കുന്ന സമയം ഏതെന്ന് നോക്കി അന്ന് തൊട്ട് അപ്പം തൊട്ട് വ്രതം ആചരിച്ച്, ചിലപ്പോൾ തലേ ദിവസമായിരിക്കാം, അന്ന് തൊട്ട് ആചരിച്ച് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്ന സമയത്ത് തീർത്ഥം കുടിച്ച് അവസാനിപ്പിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര നക്ഷത്രം. ആ നക്ഷത്രങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് പ്രത്യേകത കൂടുതൽ. ആർദ്ര ജാഗരണം എന്ന് പറയും. ആരുദ്ര എന്ന് വെച്ച് പറഞ്ഞാൽ തമിഴിൽ ആരുദ്ര, സംസ്കൃതത്തിൽ ആർദ്ര, മലയാളത്തിൽ തിരുവാതിര എന്നൊക്കെ പറയാറുണ്ട്. ആരുദ്ര എന്ന് പറഞ്ഞാൽ ആർദ്ര എന്ന് പറഞ്ഞാൽ തിരുവാതിര എന്നാണ് അർത്ഥം. ജാഗരണം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് വെടിയ എന്നുള്ളതാണ്. ജാഗരണം, ഉറക്കത്തിന് വെടിയ, ഉറക്കമൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാതിരാപ്പൂ ചൂടുന്ന ഒരു ഇതുമുണ്ട്. അതായത് നമ്മൾ തിരുവാതിര വ്രതം നോക്കുന്ന സമയത്ത് ആ കുടിയെല്ലാം കഴിഞ്ഞ് കണ്ണെഴുതി പൊട്ട് തൊട്ട് സിന്ദൂരം അണഞ്ഞ്, അതായത് നല്ല ആനന്ദ ഒരു മുഖത്തോടുകൂടി സൗന്ദര്യവതിയോടുകൂടിയും പാതിരാപ്പൂവിനെ രാത്രി പോകുന്ന ചൂടാണ്. പാതിരാപ്പൂ ചൂടി നൃത്തമാടിയും തിരുവാതിര കളി പറയുന്നത്, തിരുവാതിര കളിയാണ് പണ്ട് കാലം തൊട്ടേ ഉള്ളത്. അത് തിരുവോണക്കളിയായി മാറി, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ മാറി എന്നുള്ളതാണ് പറയുന്നത്. നടുമുറ്റത്ത്, അതായത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ തുടക്കത്തിൽ നടുമുറ്റത്ത് അരിപ്പൊടി തെളിച്ച് അതിൽ അമ്മിക്കുഴ വെച്ച് അമ്മിക്കുഴ എന്ന് വെച്ച് പറഞ്ഞാൽ അറിയാം, നമ്മൾക്ക് നീളമുള്ള ഒരു കല്ലാണ്, അരയ്ക്കുന്ന കല്ല്. അമ്മിക്കുഴ വെച്ച് നല്ല വൃത്തിയെ കഴുകി അമ്മിക്കുഴ വെച്ച് അത് അർദ്ധനാരീശ്വരനാണ് എന്ന് സങ്കല്പിച്ചിട്ട് അതിന് വിളക്ക് വെച്ച് ഒന്നുറപ്പിച്ച് വിളക്ക് വെച്ച് ഗണപതിക്കായി സങ്കല്പിച്ച് പൂജ നടത്തുകയും
സുമംഗലിമാരും കുസുവന്മാരും ഒരുപോലെ ആചരിക്കുകയും അടക്കമണിയുടെ ചെടിയുടെ നാമ്പാണ് പൂജയ്ക്കെടുക്കാറുള്ളത്. അടക്കാമണി വേണ്ടൊരു ചെടിയുണ്ട്, അതിൻ്റെ നാമ്പാണ് പൂജയ്ക്കെടുക്കാറുള്ളത്. അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ തുളസിയോ ദശപുഷ്പമോ ആണ് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ചന്ദനം, കുങ്കുമം, ചാന്ത് എന്നിവ ചാർത്തി കണ്ണെഴുതി പൊട്ടുതൊട്ട് മുക്കുറ്റിപ്പൂവ് മണഞ്ഞ് മുത്തും കൂടി മൂന്നും കൂടി മുറുക്കി അടക്കാമണിയുടെ ഇല കൊണ്ട് അർദ്ധനാരീശ്വരനെയും ഗണപതിയെയും ചന്ദ്രനെയും അർച്ചിച്ച് അഷ്ടദിക്പാലർ 8 ദിക്കിലുള്ള പാലകരിൽ അഷ്ടദിക്പാലക സങ്കല്പത്തിൽ 8 ദിക്കുകളിൽ അർച്ചന നടത്തി. അർച്ചന പറഞ്ഞ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട്, അതായത് അടക്കാമയുടെ നാമ്പ് അല്ലെങ്കിൽ തുളസി അല്ലെങ്കിൽ ദശപുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തി, 8 ദിക്കുകളിൽ അർച്ചന നടത്തി. ബാക്കിയുള്ള പുഷ്പങ്ങൾ അരുന്ധതി ദേവിയെ സങ്കല്പിച്ച് മുകളിലേക്ക് എറിഞ്ഞ് അർപ്പിക്കുകയും എന്നിട്ട് മാംഗല്യത്തിന് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ശ്രീ പാർവതി സ്വയംവരം മംഗല്യാതിര എന്ന് പാട്ടുകൾ പാടി തിരുവാതിര കളിക്കുന്നു. അതും നേരം പുലരുവോളം കളിക്കുന്നു എന്നാണ് പറയുന്നത്. തിരുവാതിര കളി തുടരും. ഇതിനിടയിൽ പാട്ടും ഡാൻസും പാതിരാപ്പൂ ചൂടുന്നതും ചടങ്ങുണ്ട്. പണ്ട് കാലത്തെല്ലാം ഞാൻ പറഞ്ഞല്ലോ, രേവതി നക്ഷത്രം തൊട്ടാണ് തുടങ്ങുന്നത്. ഇപ്രകാരം തുടങ്ങി വരുന്ന ഒരു ആചാരങ്ങൾ ഇപ്പോൾ എടുക്കാറുള്ളത് പിന്നീട് മകീര നക്ഷത്രത്തിൻ്റെ അവസാന കാലത്തും എന്തെങ്കിലുമാണ്. ശരിക്കും എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മകീര നക്ഷത്രം തൊട്ട് തിരുവാതിര നക്ഷത്രം കഴിയുന്നത് വരെയാണ്. അതായത് ഒരു വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ഒരു വ്യാഴാഴ്ച വ്രതം, ഒരു തിങ്കളാഴ്ച വ്രതം, അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച വ്രതം, എല്ലാ ആഴ്ചയിലും വ്രതമുണ്ട്, ശനിയാഴ്ച വ്രതമുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്രതം എടുക്കുന്ന സമയത്ത് തലേ ദിവസം തൊട്ട് എടുക്കണം എന്നുള്ള ചിട്ട വന്ന തന്നെ ഈ തിരുവാതിര വ്രതത്തിൻ്റെ ഒരു അനുഷ്ഠാനത്തിലാണെന്ന് എന്നാണ് പറയുന്നതല്ല, ശരിയാണ്. അപ്പം മകീര നക്ഷത്രം തൊട്ടിട്ടാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത്. തിരുവാതിര നക്ഷത്രം ഉദിച്ചു വരുന്ന സമയത്ത് തുടങ്ങി തിരുവാതിര നക്ഷത്രം കഴിയുന്നവരെ എടുക്കണം എന്നുള്ളതാണ്. ചുരുങ്ങിയ തിരുവാതിര നക്ഷത്രം ഉദിച്ചു വരുമ്പോഴെങ്കിലും തുടങ്ങി തിരുവാതിര നക്ഷത്രം കഴിയും വരെ എടുക്കണം. രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം കുടിച്ച് പാരണ മീട്ടിയ ശേഷമേ അരി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതായത് മകീര നക്ഷത്രത്തിൻ്റെ മകീര നക്ഷത്രം തുടങ്ങിയും മകീര നക്ഷത്രത്തിൻ്റെ അവസാനം തുടങ്ങിയും തിരുവാതിര നക്ഷത്രം ഉദിച്ചു തുടങ്ങിയും തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് വരെയും വ്രതമെടുത്ത് ആചാരപ്രകാരം ഉള്ള ഈ വ്രതമാണ്. അരിഭക്ഷണം ഉപേക്ഷിച്ച് ഇപ്പോൾ എല്ലാവരും പല വിധത്തിലുള്ള വ്രതങ്ങൾ എടുക്കാവുന്നതും ഏകാദശ വ്രതം എടുക്കുന്നതടക്കം ഇതിനോടങ്ങനെ. 8 അങ്ങാടി എന്ന് വെച്ച് പറഞ്ഞാൽ അങ്ങാടി കിട്ടുന്ന 8 കിഴങ്ങുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചേമ്പ്, കൂർക്ക, അതുപോലെ കൂവക്കിഴങ്ങ്, നനുകിഴങ്ങ്, മധുരക്കിഴങ്ങ് എല്ലാം അങ്ങോട്ട് 8 അങ്ങാടി എന്ന് പറയുന്നത് അങ്ങാടി കിട്ടുന്ന 8 പിന്നെ ഇതിൽ തന്നെ തിരുവാതിര, പൂത്തിരുവാതിര എന്ന് പറയാറുണ്ട്. പുതു തിരുവാതിരനെയാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത്. പുതു തിരുവാതിര എന്ന് വെച്ച് പറഞ്ഞാൽ പുതിയ മംഗല്യം കഴിച്ച് വരുന്ന ഒരു സ്ത്രീനിയാണ്. ആ സ്ത്രീ ആദ്യമായി എടുക്കുന്ന ഒരു തിരുവാതിര വ്രതത്തിനെയാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യ മയങ്ങിയതിനു ശേഷം തിരുവാതിര നക്ഷത്രം തുടങ്ങിയ ശേഷം തട്ടത്തിൽ വസ്ത്രം, വാൽക്കണ്ണാടി, വിളക്ക്, ഈ 8 അങ്ങാടി ഉണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം എടുത്ത് കാരണവന്മാർ അല്ലെങ്കിൽ അവരുടെ കാരണവന്മാർ പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ പൂജിച്ച് ഭക്ഷിച്ച് ചുട്ടുകെടുത്ത് ഉണ്ടാക്കി 3 കൂട്ടി മുറുക്കി എല്ലാം കിട്ടുന്നത് കത്തിച്ച് അരിച്ചു വച്ചിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ
ഓരോന്നോരോന്നായി ഇളക്കിയെടുത്തിട്ട് ഈ സമയം കുരവയിട്ട് വന്ന പണ്ട് കാലത്ത് കുരവിയിട്ടിട്ടാണ് മംഗല്യങ്ങളും മറ്റുള്ള സ്ത്രീകരിക്കാറുള്ളത്. കുരവിയിട്ട് സ്ത്രീകൾ ചുടാറുള്ളത്. ചുട്ടെടുത്തിരിക്കുന്ന വേവിച്ച കിഴങ്ങുകളും ശർക്കരയും നാളികേരവും ചേർത്ത് ഇളക്കി പൂത്തിരുവാതിരക്കാരാരാണോ അവരെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പൂത്തിരുവാതിര എന്ന് വെച്ച് പറഞ്ഞാൽ പുതിയ മംഗല്യം കഴിച്ച സ്ത്രീകളെയാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത്. അവരെ കൊണ്ടാണ് ഈ എട്ടങ്ങാടി എന്ന് പറയുന്നത് ചുട്ടെടുത്ത് വേവിച്ചുണ്ടാക്കി 101 വെറ്റില വെച്ച് കൂട്ടായിട്ടുള്ള ആൾക്കാർ 101 വെറ്റില വെച്ച് 3 കൂട്ടി എല്ലാവരും മുറുക്കി തിരുവാതിര ആഘോഷിക്കാറുള്ളത്. ഈ മാസത്തിൽ, അതായത് നമ്മുടെ ധനുമാസം, ഈ വർഷത്തിലെ ധനുമാസത്തിൽ 1199 ധനുമാസം 10-നാണ് മകീര നക്ഷത്രം അവസാനം 10 മണിക്കാണ് കഴിയുന്നത്. 10 മണിക്ക് ശേഷം തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നുണ്ട്. അതായത് ഡിസംബർ 26-ാം തീയതി രാത്രി 10 മണിക്ക്. ധനുമാസം 11 മണി വരയ്ക്കും ഉണ്ട്. രാത്രി 11 മണി വരയ്ക്കും ഉണ്ട് തിരുവാതിര നക്ഷത്രം. അതുവരയ്ക്കും വ്രതം അനുഷ്ഠിക്കണം. ഡിസംബർ 27-ാം തീയതി വരയ്ക്കും വ്രതം അനുഷ്ഠിക്കണം. വ്രതം അവസാനിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിരുന്നത്, ഇളനീര്, കരിക്ക് മറ്റുള്ളതെല്ലാം സേവിച്ച് വ്രതം അവസാനിപ്പിച്ച് എന്നതിന് ശേഷമേ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ മാസത്തിൽ, ഈ വർഷത്തിൽ, അല്ലെങ്കിൽ 2024 ആയിട്ടില്ല, 1199, ഈ 1199 തന്നെ 2 തിരുവാതിര 12 സംശയമുണ്ട്, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ജനുവരിയിൽ, അതായത് 2023 2023 ജനുവരിയിൽ തിരുവാതിര നക്ഷത്രം വന്നിട്ടുണ്ട്. പക്ഷേ 2024 കാരണം ഒരു നക്ഷത്രം 27 ദിവസമേ ഉണ്ടാകാറുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ദിവസം കണക്കാക്കുമ്പോൾ ആ ഒരു വർഷം എത്തില്ല. അപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ഊഹിക്കാൻ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പഞ്ചാംഗ പ്രകാരം എല്ലാം നോക്കിയതിന് ശേഷം പറയുന്നത് ധനുമാസം 10-ാം തീയതി, കറക്റ്റ് ധനുമാസം 10-നാണ്, ധനു 10 എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് അന്നേക്ക് മകീര നക്ഷത്രം വരുന്നത്. അത് രാത്രി 10 മണിക്ക് ശേഷം. അതൊരു മഹാ അത്ഭുതം. അതൊരു പൗർണമി ദിവസമാണ് എന്നുള്ളത് വളരെ ഉചിതമാണ്. അതുപോലെ തന്നെ ധനു 11-ാം തീയതി രാത്രി 11 മണിയോടുകൂടിയിട്ടാണ് ഈ തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത്. അതായത് ഡിസംബർ 26 തുടങ്ങി ഡിസംബർ 27 വരെയ്ക്കും. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക്, ശരിയായിട്ടുള്ള ലെവലിൽ അനുഷ്ഠിക്കുന്നവർക്ക് സന്തോഷം, സമ്പൽ സമൃദ്ധി, ആരോഗ്യം, സംതൃപ്തി, അനാരോഗ്യ പ്രശ്നങ്ങളില്ലായ്മ, ഭർത്യസുഖം, ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിൻ്റെ ആയുസ്, ഭർത്താവിന് എന്ത് വേണോ അത് എന്നിവയെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ സമയത്തുള്ളത്. ഈ സമയത്ത് ഇപ്പോൾ എടുക്കുന്ന ഈ വ്രതം ഇപ്പോഴുള്ള ജനറേഷനിലുള്ള തിരുവാതിര വ്രതം എടുക്കുന്നവർ ഭർത്താവിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവും ഭാര്യമാരും ചേർന്നെടുക്കുന്ന വ്രതം കൂടിയാണിത്. പക്ഷേ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഭർത്താവ് ശ്രദ്ധിക്കാറില്ല. കാരണം ഭർത്താവിന് വേറെ ജോലികളുണ്ട്. ശിവനും അങ്ങനെയായിരുന്നു. പക്ഷേ ഭർത്താവും ഭാര്യയും കൂടി ചേർന്നെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉചിതമായിരുന്നു. പക്ഷേ ഇവിടെ ഭർത്താവിന് വേണ്ടി ഭാര്യ എടുക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സന്തോഷത്തിനും അവരുടെ ഇംഗിതത്തിനും എല്ലാം വേണ്ടി ഇപ്പോഴുള്ള ദീനക്കേടും അശ്ലീല അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുവാനും അവരുടെ ഇഷ്ടാനുസരണം സ്നേഹം, നല്ല വർത്തമാനം കേൾക്കുവാനും, വായ തുറന്നാൽ ചീത്ത മാത്രമേ പറയുള്ളൂ, രൗദ്രഭാവമാണ് എന്ന് പറയുന്നവരും എല്ലാം ഈ വ്രതം എടുക്കുന്നത് വളരെ ഉചിതമാണ്. എൻ്റെ അറിവിൽ, കേട്ട അറിവിൽ, പഠിച്ച അറിവിൽ പറഞ്ഞിരിക്കുന്ന അറിവാണ് ഞാനിവിടെ പങ്കുവച്ചിരിക്കുന്നത്. എന്ത് തെറ്റുണ്ടെങ്കിൽ